ഡിയേഴ്സ്, ഞാൻ വന്നിരിക്കുന്ന ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ് തേങ്ങ അരച്ച മുട്ടക്കറി. എനിക്ക് ഈ ഡിഷ് കുറച്ച് സ്പെഷ്യലാണ്. എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അതിൽ നിന്ന് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. അരപ്പ് റെഡിയായി തന്നെ പകുതി പരിപാടി കഴിഞ്ഞു. മിക്സഡ് ജാറിലോട്ട് 1 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇത്രയും ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ഒരു പാൻ വെക്കാം. പാൻ ഒന്ന് ചൂടായി വരട്ടെ. പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 2 പച്ചമുളക് നെടുകി കീറിയതും കുറച്ച് കറിവേപ്പില ഇട്ട് നല്ലപോലെ ഒന്ന് മുരിയിച്ചെടുക്കാവേ. പച്ചമുളകും കറിവേപ്പിലയും നല്ലപോലെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ടേ. നമുക്കിനി ഇതിലേക്ക് 1/2 മുറി സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. സവാള ഉള്ളിക്ക് പകരം ചുവന്നുള്ളി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു 6-7 ചുവന്നുള്ളി ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരച്ചു വെച്ചേക്കുന്ന അരപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ഗ്ലാസോളം വെള്ളവും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അരപ്പൊന്ന് നല്ലപോലെ തിളച്ചു വരട്ടെ. നമുക്ക് 2 മിനിറ്റത്തേക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അരപ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഇനി ഫ്ലെയിം ഒന്ന് സിമ്മറിലാക്കിയതിനു ശേഷം നമുക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. മുട്ടയൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഇപ്പുറത്തെ സൈഡും കൂടി നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ റെസിപ്പിയാണ്. ഇടിയപ്പത്തിൻ്റെ കൂടെയും ഒറട്ടിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.